എൻ്റെ നല്ലയമ്മ. ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിലെ ഒരംഗമായ സിസ്റ്റർ ഷാൻ മരിയ SABS തൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവിച്ച ദൈവമാതൃസ്നേഹം പങ്കുവെക്കുകയാണിവിടെ. സകല മനുഷ്യർക്കും ആശ്രയവും ആലംബവുമായ അമ്മ ജീവിതത്തിലെ ഓരോ അവസ്ഥകളിലും കൈപിടിച്ച് നടത്തുന്ന അനുഭവമാണ് തനിക്കുണ്ടായത് എന്ന് തൃശൂർ ജില്ലയിലെ കേച്ചേരി നിർമ്മല മാതാ കോൺവെന്റ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് സിസ്റ്റർ ഷാൻ മരിയ. തൃശ്ശൂർ നിർമ്മലറാണി പ്രോവിൻസിലെ SABS സമൂഹത്തിലെ അംഗമാണ് ഞാൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമാതാവിനെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ അമ്മേ നിനക്കൊരായിരം ഉമ്മ എന്ന് പറയാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിലെ ഇരുൾ നിറഞ്ഞ വഴികളിലും ഇടറിയ മേഖലകളിലും തെറ്റിദ്ധാരണകളിലും പ്രശ്നങ്ങളിലും ഉയർച്ചകളിലും പരിശുദ്ധ അമ്മ തന്ന സാന്നിധ്യം ഓർക്കുമ്പോൾ അമ്മേ നിനക്കൊരായിരം നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആരും അറിയാതെ മുറിയടച്ചിരുന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക എന്നത് എനിക്കൊരു ഹരമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ തൻ്റെ സാന്നിധ്യം എനിക്ക് വെളിപ്പെടുത്തി തന്നിരുന്നു. ആ സാന്നിധ്യം ഇന്ന് വരെ വിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ ജപമാല ചൊല്ലുമ്പോൾ അമ്മ ഓർമ്മിപ്പിച്ച് തരുമായിരുന്നു. ഇന്ന് രാവിലെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അമ്മ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അരികിൽ വന്ന് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. വിശുദ്ധ കുർബാനയിലെ അമ്മയുടെ സാന്നിധ്യം എനിക്ക് തന്നിരുന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് കോൺവെൻറ്റിലെത്തിയപ്പോൾ ഒരു ചേച്ചി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചേച്ചി, എന്നെ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററിന് വേണ്ടി ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുപാട് ജപമാലകൾ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ആ ചേച്ചിയുടെ വീട്ടിലിരിക്കുന്ന അതേ പരിശുദ്ധ അമ്മയെ തന്നെയാണ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ എൻ്റെ അരികിൽ നിൽക്കുന്നത് ഞാൻ കണ്ടത്. ഈ ഒരു കരം നിറഞ്ഞ ഭക്തി, ഈ ഒരു സ്നേഹം എനിക്ക് ലഭിച്ചത് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളും തന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നാണ്. അവർ എനിക്ക് തന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് പരിശുദ്ധ ജപമാലയും പരിശുദ്ധ കുർബാനയുമാണ്. മെയ് മാസത്തിലൊക്കെയും വീട്ടിലായിരിക്കുമ്പോൾ മാതാവിൻ്റെ രൂപം വെച്ച് അലങ്കരിച്ച് മാതാവിനുള്ള ജപം ചൊല്ലി ആ നല്ല മാതാവ് എന്ന് പാട്ട് പാടുമ്പോൾ ഒരുപാട് അനുഭൂതി ലഭിക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ എൻ്റെ അപ്പൻ്റെ മരണം പോലും വെളിപ്പെടുത്തി തന്നത് അമ്മയ്ക്ക് ഞങ്ങളുടെ വീടിന് നേർക്കുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ചെറുപ്പകാലഘട്ടങ്ങളിൽ പോട്ട ആശ്രമത്തിൽ ഇടയ്ക്ക് ഞാൻ പോകുമായിരുന്നു ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ ശുശ്രൂഷകൾ പങ്കെടുക്കാനായിട്ട്. ഒരമ്മ തൻ്റെ മക്കൾ തന്നെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നവളല്ലേ. അതിനാൽ തന്നെ അച്ഛൻ്റെ ശുശ്രൂഷകൾ കാണുമ്പോൾ ഞാൻ കൊതിയോടെ പോട്ട ആശ്രമത്തിൻ്റെ ഒരു മൂലയിൽ വച്ചിരുന്ന പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എന്നെ ഈ അച്ഛനെ പോലെ ആക്കണമെന്ന്. അതിൻ്റെ ഒരു തെളിവായിട്ടായിരിക്കണം ആയിരങ്ങൾക്കിന്ന് വചന ശുശ്രൂഷയിലൂടെ ദൈവവചനത്തെ വിളമ്പിക്കൊടുക്കാനായിട്ട് ഇന്ന് സാധിക്കുന്നത്. രേഖയോ ശബ്ദമോ കൂടാതെ ദൈവവചനത്തെ വായിക്കാൻ, ദൈവത്തെ അറിയാൻ പരിശുദ്ധ അമ്മ സഹായിക്കുമെന്നതിന് തെളിവാണ് ഈ ശുശ്രൂഷകളെല്ലാം. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ BSc പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത മറ്റൊരു സംഭവം പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. BSc കെമിസ്ട്രിയാണ് ഞാൻ പഠിച്ചത്. പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. കാരണം ജീവിതത്തിൽ മുഴുവൻ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടായപ്പോൾ അപ്പനെയും അമ്മയെയും സങ്കടപ്പെടുത്തരുത് എന്നൊരു ചിന്ത മനസ്സിൽ കയറിയപ്പോൾ പഠന കാര്യത്തിൽ നന്നായി പഠിക്കണം എന്നൊരു വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ BSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന പരീക്ഷയുടെ സമയത്ത്, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് എൻ്റെ ബ്യൂററ്റ് ലീക്കായി കോണിക്ക ഫ്ലാസ്കിൽ സൊല്യൂഷൻ മുഴുവൻ നിറഞ്ഞു. തിയറിക്ക് നല്ല മാർക്ക് കിട്ടിയിരുന്ന എനിക്ക് അതൊരു വലിയ ദുരന്തമായിരുന്നു. ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ
എക്സ്റ്റേണൽ എക്സാമിനർ എന്നോട് വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അരമണിക്കൂറേ എക്സാം തീരാനുള്ളൂ, ഇനി എന്ത് ചെയ്യാനാണ്? ആ സമയത്ത് മറ്റാരും ഇല്ലാത്തപ്പോൾ പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോൾ അവൾ ഓടി വരുന്ന അമ്മയാണ്. പ്രാക്ടിക്കൽ എക്സാമിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് പോയി നിന്ന് അമ്മയെ വിളിച്ചു. അമ്മേ, എനിക്ക് എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും പറയാൻ നീ മാത്രമേ ഉള്ളൂ, അമ്മ എന്നെ സഹായിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ സമയത്ത് എൻ്റെ ചെവിയിൽ 2 റീഡിങ് ഞാൻ കേൾക്കുകയാണ്. ആ റീഡിങ് എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ 200-ൽ 200 മാർക്ക് നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്നവർ, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നവർ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും. വീണ്ടും MSc ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ കൂടെയുള്ള സഹപാഠികളെക്കാളും കൂടുതൽ പഠിക്കാനുള്ളൊരു പ്രത്യേക ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പങ്കുവച്ചു മാറി എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ അപ്പൻ തന്ന, അമ്മ തന്ന ആ ഒരു നല്ല പ്രചോദനം, നന്നായി പഠിക്കണം, നന്നായി ഉയരണം, ആ പ്രചോദനം എവിടെ പോയാലും ഞാനത് മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. MSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ചില ടീച്ചേഴ്സിൻ്റെ മക്കളുണ്ടായിരുന്നു. എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എൻ്റെ ഉയർച്ച, ഈ പഠനത്തിലുള്ള ഉയർച്ച കണ്ടപ്പോൾ അവർക്കത് ദഹിച്ചില്ല. അവർ പലപ്പോഴും ഇൻറ്റേർണൽ മാർക്ക് കട്ട് ചെയ്തിടാൻ തുടങ്ങി. അതെന്നെ ഒരുപാട് ദുഃഖിപ്പിച്ചിരുന്നു. ഞാൻ അവിടെ അടുത്തുള്ളൊരു ചാപ്പലിൽ പോയിരുന്ന് അവിടെ ഇന്ന് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എത്ര ഇൻറ്റേർണൽ മാർക്ക് അവർ കുറച്ചിടുന്നുവോ അത്ര എക്സ്റ്റേണൽ പരീക്ഷയ്ക്ക് അത്രയും മാർക്ക് പരിശുദ്ധ അമ്മ എനിക്ക് കൂട്ടിത്തരുമായിരുന്നു. അങ്ങനെ ആ വർഷം ആ കോളേജിൽ ബെസ്റ്റ് പെർഫോമൻസിനുള്ള MSc ഗോൾഡ് മെഡൽ അമ്മ എനിക്ക് തന്നു. അമ്മയെ കൂട്ടുപിടിക്കുന്നവർ ഒരിക്കലും നിരാശപ്പെടേണ്ട വരില്ല എന്ന് അമ്മ തെളിവിലൂടെ അത് പ്രകടമാക്കി. ഇവിടെ ദൈവമക്കളെ, അങ്ങനെ നല്ലൊരു സന്തോഷവുമായിട്ട് ഞാൻ വീണ്ടും MSc IT പഠിക്കാനായിട്ടുള്ള ഒരവസരം പരിശുദ്ധ അമ്മ എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ MSc IT നമുക്കറിയാവുന്നതാണ്. MSc കെമിസ്ട്രി പഠിച്ച ഒരാൾക്ക് MSc ITയും കെമിസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസം കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട്. കാരണം 2 എൻറ്റയർലി ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ MSc IT പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വരിയും പഠിക്കുമ്പോൾ, ബുക്കിലെ ഓരോ ഭാഗങ്ങളും വായിക്കുമ്പോൾ അമ്മയെ കൂട്ടുപിടിക്കും. അമ്മ ഓരോ ഭാഗങ്ങളും വായിക്കുമ്പോൾ ഇത് പഠിച്ചാൽ മതി, ഇത് പഠിക്കണ്ട എന്നൊരു പ്രചോദനം തന്നുകൊണ്ടിരുന്നു. ഏത് പഠിക്കുന്നുവോ അത് മാത്രം പരീക്ഷയ്ക്ക് വന്നു. അങ്ങനെ അന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ടോപ്പ് റാങ്കും പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ ശക്തി അനുഭവിച്ചറിഞ്ഞ ഒട്ടനേക നിമിഷങ്ങൾ ഈ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മരണത്തെ മുമ്പിൽ കണ്ട ആ നിമിഷങ്ങളിൽ തൻ്റെ കാപ്പ വിരിച്ച് സംരക്ഷിച്ച പരിശുദ്ധ അമ്മയുടെ സ്നേഹമാണ് സിസ്റ്ററിന് നമ്മോട് പറയാനുള്ളത്. ഞാൻ വീണ്ടും MSc IT പഠിച്ച് നല്ല റാങ്കോടുകൂടി പാസ്സായി. ഒരു ദിവസം ലൂർദ് പള്ളിയിൽ, തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ തലയിൽ നല്ല കരിക്ക് വലിയ ഹൈറ്റുള്ള, നല്ല ഉയരമുള്ള തെങ്ങിൽ നിന്ന് വീണു. ഞാൻ തെറിച്ചു വീണു. ജനം കണ്ടു നിന്നവരൊക്കെയും പേടിച്ചു. കാരണം സാധാരണ ഒരു മച്ചിങ്ങ വീഴുന്നത് പോലും മരണകാരണമാകുന്നു. നല്ല കരിക്ക് തലയിൽ വീണപ്പോൾ ഞാനും വിചാരിച്ചു എൻ്റെ അവസാന സമയമാണ്, ഒപ്പീസ് ചെല്ലാനുള്ള സമയമാണെന്നൊക്കെ ഞാനും വിചാരിച്ചു. അങ്ങനെ ഞാൻ തെറിച്ചു വീണപ്പോൾ എൻ്റെ ഓർമ്മയൊന്നും പോയിട്ടുണ്ടായില്ല. പക്ഷെ എൻ്റെ കാലയ്ക്കും പൊട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ചേട്ടൻ കാറൊക്കെയും കൊണ്ടുവന്ന് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് ഒരുക്കങ്ങൾ നടത്തുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കാറിൽ കയറിക്കോളാം. അങ്ങനെ കാറിൽ കയറി ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ന്യൂറോ സർജിക്കൽ വാർഡിൽ എന്നെ ഒബ്സർവേഷൻ യൂണിറ്റിലിട്ടു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഉൾക്കാഴ്ച, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ICUയിലെ കാഴ്ചകളായിരുന്നു. ഞാൻ അവിടെ കേട്ടൊരു സ്വരം, എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെയും എന്ത് ചെയ്യും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ? വിശുദ്ധ കുർബാന എന്താണ്? പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എങ്ങനെ ലഭിക്കുന്നു? ഈ സ്വരങ്ങളൊക്കെയും ICUയിൽ വെച്ച് എനിക്ക് ലഭിക്കാനിടയായി. എൻ്റെ ചുറ്റുമുള്ളവർ, അവസാന ശ്വാസം വലിക്കുന്നവർ, എൻ്റെ നേരെ കിടക്കുന്ന ആൾ, ആക്സിഡൻറ്റ് പറ്റി മരണത്തെ മുഖാഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ള ഭീകരമായ കാഴ്ചകൾ കണ്ടപ്പോൾ
സാധാരണ നോർമൽ ബോധത്തോടു കൂടി കിടക്കുന്ന ഒരാൾക്ക് അതൊരു നല്ല ധ്യാനമാണ് ഐസിയുവിൽ ലഭിക്കുക. എൻ്റെ മുമ്പിൽ കൂടി പച്ച തുണിയിട്ട് മൂടിയിട്ട് അനേകം ഡെഡ് ബോഡികൾ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ആ ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല, തേങ്ങ എവിടെ വീണേന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞു, ഈ തൽക്കാല ആശ്വാസത്തിന് വേണ്ടി ഒരു CT സ്കാൻ എടുത്ത് എന്നെ തിരിച്ചു വിടാം. അങ്ങനെ CT സ്കാൻ ചെയ്തു. ഡോക്ടറിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായില്ല. അങ്ങനെ പരിശുദ്ധ അമ്മ തൻ്റെ നീലക്കാപ്പ കൊണ്ട്, പ്രത്യേകിച്ച് ലൂർദ് പള്ളി ലൂർദ് മാതാവിൻ്റെ പള്ളിയാണ്. അമ്മയോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. സന്തോഷ രഹസ്യങ്ങളിലെ 3-ാം രഹസ്യം ചെല്ലുമ്പോൾ, അമ്മേ ഉണ്ണിയെ കാത്തുകൊള്ള മാതിരി എന്നെ കാത്തുകൊള്ളണമേ, എൻ്റെ സമയമായെങ്കിൽ എന്നെ സ്വർഗത്തിലേക്ക് വിളിക്കണമേ, എൻ്റെ ശുദ്ധീകരണം പൂർത്തിയാകാനുണ്ടെങ്കിൽ എന്നെ ഭൂമിയിൽ ശുദ്ധീകരണം പൂർത്തിയാക്കിയ ശേഷമേ വിളിക്കാൻ പാടുള്ളൂ. ശുദ്ധീകരണ സ്ഥലത്ത് എന്നെ ഇടരുതേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ തേങ്ങ വീണപ്പോൾ ശുദ്ധീകരണം പൂർത്തിയാക്കുന്നതിനാലായിരിക്കണം എന്നെ വീണ്ടും ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചത്. അങ്ങനെ അന്ന് അങ്ങനെ ഒരു വലിയ ഉൾക്കാഴ്ച ലഭിച്ച് ഞാൻ തിരിച്ച് കോൺവെൻറ്റിലേക്ക് പോന്നപ്പോൾ എന്നോട് കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് പറഞ്ഞു, തേങ്ങ വീണ സമയത്ത് അവരൊക്കെ മുഖം പൊത്തി, കാരണം തല പൊട്ടിപ്പോകും എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ കയറിയപ്പോൾ. വീണ്ടും 2 മാസം കഴിഞ്ഞ് അത്ഭുതകരമായൊരു പരിപാലന, പരിശുദ്ധമ്മയുടെ പരിപാലന, പരിശുദ്ധമ്മയുടെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞാൻ കൊരട്ടിപ്പള്ളിയിൽ പരിശുദ്ധ അമ്മയെ കാണാനും പരിശുദ്ധ അമ്മയുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുമായി ഒരു തീർത്ഥയാത്ര പോകുമ്പോൾ എൻ്റെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ റോഡിൻ്റെ സൈഡിൽ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് മഴയുണ്ടായിരുന്നു. പുറകിൽ നിന്ന് ഒരു ചേട്ടൻ ബൈക്കിൽ വന്ന് എന്നെ പുറകിൽ നിന്ന് ബൈക്കിടിച്ച് ഞാൻ 2 വണ്ടികളുടെ ഉള്ളിലേക്ക് തെറിച്ചു വീണു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ സൈഡിലെ ചെടിയിലേക്കും വീണു. ഞാൻ നോക്കുമ്പോൾ ഭീകരമായ കാഴ്ച, ജനം ഓടിക്കൂടുന്നു, 2 വണ്ടികളുടെ ഇടയിൽ നിന്ന് എന്നെ വലിച്ചെടുക്കുന്നു. അവിടെയും മരണത്തെ മുഖാഭിമുഖം കണ്ടപ്പോൾ അമ്മേ എന്നെ സഹായിക്കണമേ എന്ന് മാത്രമേ, അമ്മയെന്നൊരു നിലവിളി മാത്രമേ നമുക്ക് പുറത്തു വരെയുള്ള ആ സമയത്തൊക്കെ. കാരണം മറ്റാരും ആശ്രയമില്ലാത്ത, മറ്റാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയം. ജനം എന്നോട് പറഞ്ഞു, സിസ്റ്റർ എഴുന്നേറ്റ് നിന്ന് സിസ്റ്റർ വല്ലയിടത്തൊക്കെ ഒടിഞ്ഞിട്ടുണ്ടോ? അവർ വിചാരിച്ചു ഒന്നുകിൽ എൻ്റെ തലയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നടു ഒടിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അസ്വസ്ഥതകളൊന്നും തോന്നിയില്ല. തൊട്ടടുത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി TT എടുത്ത് സുഖമായി ഞാൻ കൊരട്ടിപ്പള്ളി പോയി അവിടെ നേർച്ചയിട്ട് തിരിച്ചു പോന്നു. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം ഓർക്കുമ്പോൾ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പുത്രനെ പഠിപ്പിച്ച അമ്മ ചോദിക്കുന്നത് തരുന്ന അമ്മയാണ്. ഒരു ക്രൈസ്തവന് ഇഹലോക ജീവിതത്തിൽ ദിശ കാണിക്കുന്ന പ്രകാശ ഗോപുരമാണ് പരിശുദ്ധ അമ്മ. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പരിശുദ്ധ അമ്മയുടെ സ്നേഹം തൻ്റെ സഹോദരങ്ങളിൽ കണ്ടുമുട്ടുവാൻ സാധിച്ചു എന്ന് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. തന്നിലൂടെയും അല്ലാതെയും പരിശുദ്ധ അമ്മ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെട്ട അനുഭവങ്ങൾ സിസ്റ്റർ ഓർത്തെടുക്കുന്നു. പരിശുദ്ധ ത്രിത്വം കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ സകല ലോകത്തിൻ്റെയും അതിനാഥയാണ്. അതിനാൽ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു നെടുവീർപ്പ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുമ്പിൽ സകല വിശുദ്ധരുടെയും നെടുവീർപ്പിനേക്കാളും പ്രാർത്ഥനകളേക്കാളും ഉപരിയാണ്. ജീവിതത്തിലെ അനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അമ്മ ഒരു നെടുവീർപ്പിട്ട് ത്രിത്വത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ മതി, അത് പരിശുദ്ധ ത്രിത്വം ഒപ്പുവയ്ക്കും. ഒരിക്കൽ ബാംഗ്ലൂർ ഒരു കോഴ്സിന് പോവുകയായിരുന്നു. ട്രെയിനിൽ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയെ ശ്രദ്ധിക്കാൻ പരിശുദ്ധ അമ്മ പ്രേരണ നൽകി. ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മകളാണെന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരുന്നു. ആ മകൾക്ക് കുറേ വർഷങ്ങളായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് അമ്മ വെളിപ്പെടുത്തി തന്നു. ഇതെങ്ങനെ ആ മകളോട്, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരു പരിചയമില്ലാത്ത മകളോട് പറയണം എന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ഇപ്രകാരം പറഞ്ഞു, ആ മകളുടെ തൊണ്ടയിലൊരു വലിവ് അനുഭവപ്പെടുന്നുണ്ട്, അവൾക്ക് എപ്പോഴും അത് ക്യാൻസർ ആണെന്നുള്ളൊരു ചിന്ത, ആ സംശയം അവളുടെ മനസ്സിലുണ്ട്. ഇത് പറഞ്ഞ് ആ വ്യക്തിയെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ പ്രേരണ നൽകി. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, ചേച്ചിയുടെ പേരെന്താ, എവിടേക്കാണ് പോകുന്നത്?
ഇപ്പോഴത്തെ മാനസികാവസ്ഥകൾ എന്തൊക്കെയാ, ചുമ്മാ വിശേഷങ്ങൾ ചോദിച്ചു തുടങ്ങി. ഒപ്പം അമ്മ തന്ന ഈ പ്രേരണ ആ മകളുമായിട്ട് പങ്കുവയ്ക്കാൻ തുടങ്ങി. കുറേ നാളുകളായുള്ള ചേച്ചി ഉറങ്ങിയിട്ട്, അതുപോലെ തന്നെ തൊണ്ടയിൽ ഇങ്ങനെ വലിച്ചിൽ അനുഭവപ്പെടുമ്പോൾ ക്യാൻസർ പോലുള്ള അസ്വസ്ഥതകളാണെന്ന് ചേച്ചി ചിന്തിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെയും പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കാൻ തുടങ്ങി. അവരെന്നോട് ചോദിച്ചു, സിസ്റ്ററിന് ഇത് എങ്ങനെ മനസ്സിലായി? ഞാൻ കയ്യിലിരിക്കുന്ന ജപമാല കാണിച്ചിട്ട് അവരോട് പറഞ്ഞു, പരിശുദ്ധ അമ്മ ഇത് പറഞ്ഞു തന്ന കാരണമാണ് സിസ്റ്റർ ചേച്ചി ഓർമ്മിപ്പിച്ചത്. അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പറഞ്ഞു, വർഷങ്ങളായി ഉറക്കം കിട്ടിയിട്ട് രാത്രികളിൽ മാത്രമല്ല വീട്ടിലെ മറ്റു പല കാര്യങ്ങളും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അവർ പങ്കുവച്ചപ്പോൾ അവരോട് പ്രത്യേകം ഓർമ്മിപ്പിച്ച് പരിശുദ്ധ അമ്മ വീണ്ടും പ്രേരണ നൽകി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് അവരെ പഠിപ്പിക്കാൻ. അങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി പഠിപ്പിക്കുന്നതിനിടയിൽ അവരെന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധ അമ്മയിൽ വിശ്വസിക്കുന്നു, അവർ എൻ്റെ കാര്യത്തിൽ ഇടപെടും എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആ സമയത്ത് പരിശുദ്ധ അമ്മ വീണ്ടും ഒരു പ്രചോദനം തന്നു. സങ്കീർത്തനം 3:5 അവർക്ക് ചൊല്ലിക്കൊടുക്കാനായിട്ട്. ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, ഞാൻ ശാന്തമായി ഉണർന്നെഴുന്നേൽക്കും, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഈ വചനം ചൊല്ലിക്കൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നതിനിടയിൽ അവർ കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധ അമ്മ ഒരു അമ്മയുടെ സ്നേഹം, ഒരു കൂട്ടുകാരിയുടെ സ്നേഹം കൊടുക്കാനായിട്ടുള്ള ഒരു പ്രേരണ നൽകി. സോ എൻ്റെ തോളിൽ കിടന്നുറങ്ങാനായിട്ട് അവരോട് ഞാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ബാംഗ്ലൂർ എത്തുന്നത് വരെ നന്നായി ഉറങ്ങാനും മനസമാധാനത്തോടുകൂടി ബാംഗ്ലൂരിൽ സ്വന്തം ജോലികൾക്ക് പോകാനായിട്ട് പരിശുദ്ധ അമ്മ അവരെ അനുഗ്രഹിച്ചു. മറ്റുള്ള പല സംഭവങ്ങളിലേക്ക് നോക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു മകൻ്റെ കണ്ണീര് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. അമ്മ ചെറിയ കാര്യങ്ങളിൽ പോലും അതീവ ശ്രദ്ധാലുവാണ്. മറ്റൊരു അനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കൽ ഒരു MBBS വിദ്യാർത്ഥി, അവന് അമ്മ മരിച്ച് കുറേ വർഷങ്ങളായിട്ടുള്ള വേദന മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു. അവൻ്റെ തുണി അലക്കാനോ അവന് പ്രാഥമിക കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ വീട്ടിലാരും ഉണ്ടായില്ല. പരിശുദ്ധ അമ്മയോട് അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവനൊരു അമ്മയാവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഇപ്രകാരം ഒരു പ്രചോദനം തന്നു, അവനൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, എൻ്റെ പോക്കറ്റിലൊരു കൊന്തയുള്ളൂ, എങ്ങനെ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനുള്ള പൈസയ്ക്ക് എവിടെ നിന്ന് കിട്ടും? അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ചേച്ചി, എന്നെ പരിചയമുള്ള ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ മുഖം ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്നെ കാണിച്ചു തരുന്നു. സിസ്റ്ററിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ ഈ ആവശ്യം മകളോട് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള വാഷിംഗ് മെഷീനും ഏത് കമ്പനിയിലെ വാഷിംഗ് മെഷീൻ, ഏത് കമ്പനി വാങ്ങിക്കണമെന്ന് പോലും പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തന്നു. അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായ അമ്മ ആ മകന് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കുകയും പിന്നീട് അവൻ്റെ MBBS പഠനശേഷം അത് മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട രോഗികളുടെ വസ്ത്രങ്ങൾ അലക്കാനായിട്ട് അതവൻ സംഭാവന ചെയ്യുകയും ചെയ്തു. പരിശുദ്ധ അമ്മ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ മാറി നിൽക്കുന്നവളല്ല, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവളാണ്. മറ്റൊരു സംഭവം ഓർക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് ഒരു ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത്, ആ സമയത്ത് എനിക്ക് കണ്ണിക്കേട് അല്ലെങ്കിൽ ചെങ്കണ്ണെന്ന് പറയുന്ന ഒരു അസുഖം വന്നു. ആ ദിവസങ്ങളിൽ പിറ്റേ ദിവസം തന്നെ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർത്തില്ലെങ്കിൽ അത് പ്രശ്നമാകും. അങ്ങനെ അമ്മയുടെ മുമ്പിൽ വെളുപ്പിന് എഴുന്നേറ്റ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, വിശുദ്ധീകരിച്ച ജലം, ഹന്നാം വെള്ളം എന്നൊക്കെ പറയും, അച്ഛൻ വെഞ്ചരിച്ച വെള്ളം ഉപയോഗിച്ച് കണ്ണ് കഴുകി കഴിഞ്ഞാൽ ഏകദേശം നമുക്കറിയാം കണ്ണിക്കേട് അല്ലെങ്കിൽ ചെങ്കണ്ണ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ യാതൊരു മരുന്ന് ഉപയോഗിക്കാതെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഈ ഹന്നാം വെള്ളം അല്ലെങ്കിൽ വെഞ്ചരിച്ച ജലം ഉപയോഗിച്ച് കണ്ണ് കഴുകുകയും അന്ന് തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അമ്മ ചെറിയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവെന്ന് വീണ്ടും വെളിപ്പെടുത്തി തരികയായിരുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും നിരാശപ്പെടേണ്ട വരില്ലെന്ന് മറ്റൊരു സംഭവം കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ സ്കൂളിൽ നിന്ന് ഡിസ്ട്രിക്ട് ലെവലിൽ കുഞ്ഞുങ്ങളെ ഡാൻസിന് കൊണ്ടുപോകണം. ഏറ്റവും നന്നായി കളിക്കുന്ന സെൻട്രലിൽ നിൽക്കുന്ന ഒരു കുഞ്ഞിന് ആ ദിവസം തന്നെ തക്കാളിപ്പനി എന്ന് പറഞ്ഞൊരു പനി വന്ന് പിറ്റേ ദിവസം ഡിസ്ട്രിക്ട് ലെവലിൽ ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പ്രത്യേക ഒരു പ്രേരണ നൽകി ഹന്നാം വെള്ളം, അതുപോലെ വെഞ്ചരിച്ച വെള്ളം ആ മകൾക്ക് കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. ഒരു അക്രൈസ്തവയായ മകളായിരുന്നു. അമ്മയുടെ പ്രേരണ പ്രകാരം അമ്മയുടെ നിർദ്ദേശപ്രകാരം അപ്രകാരം തന്നെ വെഞ്ചരിച്ച ജലം കൊടുത്ത്
ആ മകളെ കുരിശു വരച്ച് വീണ്ടും പ്രാക്ടീസിനായി വിട്ടു. പിറ്റേ ദിവസം ഒരു പാട് പോലുമില്ലാതെ പരിശുദ്ധ അമ്മ ആ മകളുടെ പനിയെടുത്ത് മാറ്റുകയും ഡിസ്ട്രിക്ട് ലെവലിൽ അവൾക്ക് ആ ഗ്രൂപ്പ് ഡാൻസിന് 3rd നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇന്ന് അമ്മയോട് ജപമാല ചൊല്ലുന്നതിൽ ആ കുടുംബം മുമ്പിട്ട് നിൽക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സ്നേഹമനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങളേറെയുണ്ട് ഈ ജീവിതത്തിൽ. ആത്മീയവും ശാരീരികവും ഭൗതികവുമായ സകല കാര്യങ്ങളിലും ഇടപെടുന്ന പരിശുദ്ധ അമ്മയെയാണ് തൻ്റെ ജീവിതം വഴി സിസ്റ്ററിന് പങ്കുവെക്കുവാനുള്ളത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും എന്ന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ അമ്മ എന്നെ പഠിപ്പിച്ച ചില സംഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 4 വർഷം മുമ്പ് മാനസികമായ ഒരു അസ്വസ്ഥതയിലൂടെ കടന്നു പോകുമ്പോൾ പല വ്യക്തികളും അതിലിടപെട്ട് നോക്കി. പക്ഷേ അവർക്കൊന്നും അതിൽ മനസ്സിനെ സ്വസ്ഥമാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരമായിരുന്നു അമ്മയോട് പ്രാർത്ഥിച്ച്, അമ്മേ മാതാവേ, നഷ്ടപ്പെട്ടാൽ നിനക്ക്, കിട്ടിയാൽ നിനക്ക്. ഞാൻ നഷ്ടപ്പെട്ടാൽ അമ്മയ്ക്കത് നഷ്ടമല്ല, കിട്ടിയാൽ അമ്മയ്ക്കത് നേട്ടമല്ല. ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ മനോഭാവത്തോടെ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധ അമ്മ പ്രേരണ തന്നു. മനുഷ്യ വ്യക്തികളല്ല, ദൈവകരങ്ങളാണ് നിന്നെ വഴി നടത്തുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം കൊണ്ട് അവിടുന്ന് വലയം ചെയ്യും. ഇങ്ങനെയുള്ളൊരു വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അമ്മ പ്രേരണ തന്നു. പരിശുദ്ധ കുർബാനയുടെ മുമ്പ് ഇരുന്ന് ജപമാല ചൊല്ലുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അവിടെ തരുകയും അമ്മ ഇറങ്ങി വന്ന് അൾത്താരയുടെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നെറ്റിയിൽ ഒരല്പം വെള്ളം ഒഴിക്കുന്ന ഒരു അനുഭവം തരികയും ചെയ്തു. അങ്ങനെ ആ മാനസികമായ അസ്വസ്ഥതകൾ, മറ്റാർക്കും ഇടപെടാൻ പറ്റാത്ത ഒരു അസ്വസ്ഥതകൾ അമ്മ 2 ദിവസം അങ്ങനെയുള്ളൊരു അനുഭവം തന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി. ഇന്ന് ഏതെങ്കിലും വ്യക്തികൾ മാനസിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അമ്മ ഈ കാര്യത്തിൽ ഇടപെടാനായിട്ടുള്ള ഒരു പ്രത്യേക കൃപ തന്നതായിട്ട് ഈ സമയം ഓർക്കുന്നു. മറ്റൊരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഏത് സാഹചര്യത്തിലും, ജീവിതത്തിലെ ഏത് കോളിളക്കത്തിലും, ഏത് കൊടുങ്കാറ്റിലും അമ്മ അടുത്തുണ്ട്. ഒരിക്കലും സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ സ്കൂളിൽ ഒരു വ്യക്തി വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കി. ആ സമയത്ത് മറ്റുള്ളവർ ഇടപെട്ടിട്ടൊന്നും പ്രശ്നം തീരുന്നില്ല. അവസാനം നിയമപരമായി ആ പ്രശ്നം നീങ്ങുമെന്നുള്ള അവസ്ഥയിലേക്കായി. അങ്ങനെ വരുമ്പോൾ നീതി നമ്മുടെ വശത്തുണ്ടെങ്കിലും നമുക്ക് വേണ്ടി ചിലപ്പോഴേക്കും മനുഷ്യ വ്യക്തികൾ വാദിക്കാനുണ്ടാവില്ല, മറ്റാരും നമ്മുടെ സഹായത്തിനുണ്ടാവില്ല. അവരൊക്കെ മാറി നിൽക്കും. ഒരു പരിധിവരെ മനുഷ്യ സ്നേഹത്തിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ സഹായത്തിന് ഒരു പരിധികളുണ്ട്. ആ സമയത്ത് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കാറ്റിനെയും കൊടുങ്കാറ്റിനെയും ശാന്തമാക്കിയ ഈശോയെ ഇന്ന് നിൻ്റെ അടുത്തേക്ക് വിടുന്നുണ്ടെന്നുള്ളത്, അടങ്ങുക, ശാന്തമാകുക, ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയ്ക്കുന്നുണ്ടെന്ന് അമ്മ വെളിപ്പെടുത്തി തന്നു. മാത്രമല്ല അതിന് തെളിവായിട്ട് ആ പ്രശ്നത്തിൽ അമ്മ ഇടപെടണമെന്ന് തെളിവ് തന്നുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ജപമാല ചൊല്ലി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ വ്യക്തികൾ എന്നോട് വിളിച്ചു പറഞ്ഞു, സിസ്റ്ററിന് ഇന്ന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, സിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സിസ്റ്ററിൻ്റെ മുമ്പിൽ ഒരുപാട് പേര് സിസ്റ്ററിനെ വഴക്ക് പറയുന്നതായിട്ടും സിസ്റ്ററിനെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടും ഞങ്ങൾ കാണുന്നു. സിസ്റ്റർ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട, അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഇവിടെ ദൈവമക്കളെ, ആ വ്യക്തികൾ, പ്രശ്നമുണ്ടാക്കിയ വ്യക്തികൾ വീണ്ടും പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ മൂലം അതിൽ നിന്ന് വലിയൊരു നാണക്കേടിൽ നിന്നും വലിയൊരു പ്രശ്നത്തിൽ നിന്നും അമ്മേനെ രക്ഷിച്ചതായിട്ട് ഓർക്കുന്നു. അത് മറ്റു വ്യക്തികളല്ല, പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ വിളിച്ചു പറഞ്ഞപ്പോൾ കൂടുതൽ ബോധ്യമാക്കി തന്നു അമ്മയാണ് വഴി നടത്തിയതെന്ന്. മറ്റൊരു സംഭവം ഓർക്കുകയാണ്. ഒരിക്കൽ ഈ സാമ്പത്തികമായ മേഖലകൾ ബുദ്ധിമുട്ടുമ്പോൾ ഒരു 45,000 രൂപയുടെ ഒരു ബുദ്ധിമുട്ട് വന്ന് അമ്മയുടെ അടുക്കൽ നിന്ന്, അമ്മേ മാതാവ് ഇതിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജപമാല ചൊല്ലിക്കഴിഞ്ഞ സമയത്ത് ആ 45,000 രൂപയ്ക്ക് പകരം 75,000 രൂപ ഒരു മകൻ തരാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു ഫോൺ കോൾ ലഭിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മ ഏത് കാര്യത്തിലും സാമ്പത്തിക മേഖലകളിലും ഇടപെടുന്ന വ്യക്തിയാണ്. അമ്മയെ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കേണ്ടവരില്ല എന്ന് പഠിപ്പിച്ച ഒരു സംഭവം ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഈ ദൈവഹിതത്തിനല്ല അനുസരിച്ചല്ല ജീവിക്കുന്നെങ്കിൽ
രാവിലെ എഴുന്നേറ്റ് അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ അമ്മ വെളിപ്പെടുത്തി തരും, ഇന്ന കുഞ്ഞ് ഇന്ന പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു, ഇന്ന വ്യക്തി ഇന്ന ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. തിരിച്ച് സ്കൂളിലെത്തുമ്പോൾ ആ കുഞ്ഞിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കറക്റ്റ് അമ്മ രാവിലെ വെളിപ്പെടുത്തി തന്ന അതേ അവസ്ഥയിലാണ് ആ കുഞ്ഞ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അതിന് ആ കുഞ്ഞിനെ പെട്ടെന്ന് ഇടപെട്ട കുട്ടിയുടെ കാര്യത്തിൽ വലിയ അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കുട്ടീനെ രക്ഷിക്കാനായിട്ട് അമ്മ പ്രത്യേകം കരുതലോടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട്. മാത്രമല്ല പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അമ്മ ഇടപെടുന്നതായിട്ട്, പ്രത്യേകിച്ച് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയും അമ്മ നിർദ്ദേശങ്ങൾ തരും. അത് പ്രകാരം നമ്മൾ മുന്നോട്ട് പോയാൽ ആ കാര്യങ്ങളൊക്കെയും വളരെ വ്യക്തമായിട്ട് വളരെ മനോഹരമായിട്ട് അമ്മ അത് അറേഞ്ച് ചെയ്ത് തരും. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ സ്കൂളിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എങ്ങനെ അതിൽ മറ്റുള്ളവരെ അറിയിക്കാനും സ്കൂളിനെ അറിയിക്കാനായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ നിങ്ങളുടെ സ്കൂളിന് ഈ കഴിഞ്ഞ വർഷം ഉണ്ടായ സംഭവമാണ്, സ്കൂളിന് ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിനെ അറിയും? അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് തൃശ്ശൂരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ അവാർഡ് സ്കൂളിന് പ്രഖ്യാപിച്ചത്? അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇവിടെ നടക്കുന്ന ഇന്നോവേറ്റീവ് പ്രാക്ടീസസൊക്കെ ഞങ്ങൾ നോക്കി ഞങ്ങൾക്ക് ഈ അവാർഡ് തരാൻ ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ അവരിത് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഇത് പലവരും പറ്റിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഫോൺ കോളൊക്കെ ആയിരിക്കും ഞാൻ ചിന്തിച്ചു. പക്ഷേ അവരുടെ നിർബന്ധ ബുദ്ധി പ്രകാരം ഞങ്ങൾ ഇവിടെ നിന്നുള്ള കോർഡിനേറ്ററിനെ ഞാൻ ബാംഗ്ലൂർക്ക് അയച്ച് അവിടെ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ കോൺഫറൻസ് വെച്ചിട്ട് സ്കൂളിന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയധികം ഒരു വലിയൊരു സംഭവമായിരുന്നത് അവിടെ വെച്ച് ഈ അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ കൊടുക്കുക എന്നാണ് ഒരു ക്രിസ്ത്യാനിയുടെ ധർമ്മം. ഈശോയെ കൊടുക്കുക എന്നാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അത് ചെയ്യുമ്പോൾ ബാക്കിയുള്ള അനുദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഏറ്റെടുക്കും. സ്കൂളിൻ്റെ കാര്യത്തിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലായാലും പരിശുദ്ധ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അങ്ങനെ ആ ഒരു അവാർഡ് വാങ്ങി തിരിച്ച് ആ കോർഡിനേറ്റർ ഇവിടെ വന്നപ്പോൾ എന്നോട് പങ്കുവച്ചു, സിസ്റ്റർ നമുക്ക് ഒറ്റ കാര്യം മാത്രമേ അറിയുള്ളൂ, ഇവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ട വന്നിട്ടുണ്ട്, അതല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ട് നമ്മുടെ ഈ സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു? ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നതുപോലെ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു, അവൻ്റെ നാമം പരിശുദ്ധമാണ്. ഈ ഒരു വചനം മാത്രമാണ് എനിക്ക് പറയാനുണ്ടായുള്ള കോർഡിനേറ്ററിനോട് പങ്കുവച്ചത്. ഇതേ അവാർഡ് തന്നെ മറ്റു വലിയൊരു സ്കൂള്, കേരളത്തിലെ വലിയൊരു സ്കൂള് വാങ്ങാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അവർ ഈ അവാർഡ് തരുന്ന ആ വ്യക്തികൾ ഒരുപാട് ക്രൈറ്റീരിയ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് അവരോട് പറഞ്ഞു ഇത് എളുപ്പത്തിൽ കിട്ടുകയില്ല എന്ന്. പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ അവിടെയെല്ലാം അഭിഷേകമുണ്ട്, അവിടെയെല്ലാം ഉയർച്ചയുണ്ട്.